ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിൽ റേഡിയോയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക റേഡിയോ ദിനം. ആശയവിനിമയത്തിന്റെ ഏറ്റവും ശക്തമായ മാധ്യമങ്ങളിലൊന്നാണ് റേഡിയോ. വിദൂര സമൂഹങ്ങളെയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും ബന്ധിപ്പിക്കുന്നതിൽ റേഡിയോ എന്ന മാധ്യമത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. തത്സമയ വിവരങ്ങൾ നൽകുന്നതിനും വിദ്യാഭ്യാസം, വിനോദം, അവബോധം എന്നിവ പകർന്നു നൽകുന്നതിനുമുള്ള സുപ്രധാന ഉപകരണമായി റേഡിയോ തുടരുന്നു. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതോടൊപ്പം മാനവികതയുടെ കൂട്ടായ പുരോഗതിയിലേക്ക് റേഡിയോ മാധ്യമമായ ആകാശവാണിയുടെ സംഭാവന ശ്രദ്ധേയമാണ്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ ആദരസൂചകമായാണ് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. 2012 ആദ്യമായി റേഡിയോ ദിനം ആചരിച്ചത്. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഇക്കൊല്ലത്തെ ലോക റേഡിയോ ദിന പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ഹരിത സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പരിസ്ഥിതി സുസ്ഥിരതയ്ക്കായി ശബ്ദമുയർത്താനും റേഡിയോയിലൂടെ സാധിക്കുമെന്ന കാര്യം അടിവരയിടുന്നതാണ് പ്രമേയം. റേഡിയോയെ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർ ലോകത്തെ അറിയുന്നത് തന്നെ ഈ ശബ്ദവീചികളിലൂടെയാണ്. കാഴ്ച പരിമിതിയിലും ശബ്ദം കൊണ്ട് റേഡിയോയെ, പ്രത്യേകിച്ച് ആകാശവാണിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇവർ ആകാശവാണിക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ റേഡിയോ ദിനം അവർക്കു കൂടിയുള്ളതാണ്. ആകാശവാണി ശ്രോതാവായ കൊല്ലം വെട്ടിക്കവല സ്വദേശി ശ്രീമതി തങ്കമ്മ ശിവരാമന് പറയാനുള്ളത്: ഞങ്ങൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് കൂടുതലും ഞങ്ങൾക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒരു മാധ്യമമാണ് റേഡിയോ. റേഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ അത്യന്താപേക്ഷിതമായ അറിവ് പകരുന്ന ഒരു മാധ്യമമാണ് ഈ റേഡിയോ. 1965 മുതൽ ഞങ്ങൾ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കളാണ്. കൂടുതൽ അറിവ് പകരുന്ന ഒരു മാധ്യമമാണ് റേഡിയോ. രാവിലെ 5:50 പരിപാടി മുതൽ ഞങ്ങൾ രാത്രി 11 മണി വരെയുള്ള പരിപാടികൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ റേഡിയോ ഇറക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. റേഡിയോ അടുക്കളയിൽ കൊണ്ടുവച്ചും നമ്മൾ പണിയെടുക്കുന്നിടത്ത് എവിടെ വേണേലും കൊണ്ടുവച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. പാട്ടും കഥാപ്രസംഗവും നാടകവും എഴുത്തുപെട്ടി അങ്ങനെ എല്ലാ പരിപാടികളും ഞങ്ങൾ കേട്ട് സന്തോഷിക്കുന്ന ശ്രോതാക്കളായിരുന്നു ഞങ്ങളെ ഓരോരുത്തരും പരിചയപ്പെടുകയും വീട്ടിൽ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റേഡിയോ വഴിയാണ്. ആ റേഡിയോയെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഞങ്ങൾ റേഡിയോയെ സ്നേഹിക്കുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുന്ന ബോധവൽക്കരണ പരിപാടികൾ, ചർച്ചകൾ, ജനകീയ മുന്നേറ്റങ്ങൾ എന്നിവയ്ക്കുള്ള സുപ്രധാന വേദിയായി റേഡിയോ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വയനാട് ജില്ലയെയാണ്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോ ദിനത്തിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിന് കമ്മ്യൂണിറ്റി റേഡിയോ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. വയനാട് ജില്ലയിലെ റേഡിയോ മാറ്റിലിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ ബിജോ തോമസ് വാർത്താ തരംഗിണിയോട്: കേരളത്തിൽ സാമൂഹിക റേഡിയോ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് റേഡിയോ മാറ്റുലിയാണ്. വയനാട്ടിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരാണ്. ഈ നാട്ടിലെ ഗോത്രവിഭാഗക്കാരുടെ എണ്ണം
വയനാട്ടിലെ ആകെ ജനസംഖ്യയുടെ 18% വരും. കർഷകരും ഗോത്രവിഭാഗങ്ങളും അധിവസിക്കുന്ന പ്രദേശമായതിനാലും നല്ല ശതമാനം ആളുകളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായതിനാലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ പോലും ബാധിക്കുന്ന സങ്കീർണ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും പാരിസ്ഥിതിക പ്രതിസന്ധികളെ ജാഗ്രതയോടെ നേരിടാനും ജനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള നിരവധി ബോധവൽക്കരണ സന്ദേശങ്ങൾ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കാനും പാരമ്പര്യ ഊർജ്ജ സംരക്ഷണ മാർഗങ്ങൾ സംരക്ഷിക്കാനും ഔഷധ സസ്യങ്ങൾ പരിപാലിക്കാനും നീർത്തടങ്ങൾ സംരക്ഷിക്കാനും മണ്ണ്, ജലം തുടങ്ങിയ പാരിസ്ഥിതിക വിഭവങ്ങളുടെ ചൂഷണം തടയാനും ആളുകളെ ബോധവൽക്കരിക്കുന്ന നിരവധി പരിപാടികളാണ് റേഡിയോ മാറ്റലി പ്രക്ഷേപണം ചെയ്യുന്നത്. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറേണ്ട കൃഷിരീതികളെക്കുറിച്ചും ജീവിതക്രമങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യങ്ങൾ ശ്രോതാക്കൾക്ക് നൽകുന്നതിലും റേഡിയോ മാറ്റലി പ്രതിജ്ഞാബദ്ധമാണ്. കാലാവസ്ഥാ മുന്നൊരുക്ക പരിപാടികളും കാലാവസ്ഥയിൽ അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രാധാന്യത്തോടെ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. സീറോ കാർബൺ പഞ്ചായത്തും സീറോ കാർബൺ പുരയിടവും ഒരുക്കുന്നത് വഴി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാർബൺ ക്രെഡിറ്റ് സംവിധാനത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്ന റെഡ് അലേർട്ട് എന്ന പരിപാടി ഉൾപ്പെടെ ഇതിനുദാഹരണങ്ങളാണ്. ഗോത്രജനവിഭാഗങ്ങൾക്കിടയിൽ കാലാവസ്ഥ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അനുദിനം വിവിധ ഗോത്രഭാഷകളിൽ തന്നെ പരിപാടികൾ അവതരിപ്പിക്കുന്നതും റേഡിയോ മാറ്റലിയുടെ പ്രത്യേകതയാണ്. റേഡിയോ മാറ്റലിയുടെ സർവ്വശ്രോതാക്കളുടെയും വിശിഷ്യ വയനാട്ടിലെ എല്ലാവരുടെയും സ്വരം ഒരിക്കലെങ്കിലും റേഡിയോ മാറ്റലിയിലൂടെ പ്രക്ഷേപണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ സുരക്ഷ, സാംസ്കാരികം, സാഹിത്യം തുടങ്ങിയുള്ള സുസ്ഥിര വികസനത്തെ ലക്ഷ്യമാക്കിയ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 120ഓളം വ്യത്യസ്ത പരിപാടികൾ ജനകീയ സഹകരണത്തോടെ 24 മണിക്കൂറും റേഡിയോ മാറ്റലി പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ത്യയിൽ 500ഓളം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഉള്ളതിൽ നിന്ന് ഇതിനോടകം 3 തവണ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ അവാർഡ് റേഡിയോ മാറ്റലിയെ തേടിയെത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ നിന്നും ഏറ്റവും നല്ല ഓഡിയോ പ്രോഗ്രാമിലുള്ള അവാർഡുകൾ 20ഓളം തവണ റേഡിയോ മാറ്റലിയെ തേടി ഇതിനോടകം വന്നിട്ടുണ്ട്. മണ്ണും മനുഷ്യനും കൈകോർത്ത് സഞ്ചരിക്കുന്ന വയനാടിന്റെ ആ സുവർണ കാലഘട്ടത്തെ വീണ്ടും സൃഷ്ടിക്കുകയാണ് റേഡിയോ മാറ്റലിയുടെ ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതോടൊപ്പം സാമൂഹിക മാറ്റത്തിന് അത്യന്താപേക്ഷിതമായ ഒരു മാധ്യമം കൂടിയാണ് ആകാശവാണി. അടിയന്തര സാഹചര്യങ്ങളിൽ ആകാശവാണി വിശ്വസനീയമായ വിവരസ്രോതസ്സായി പ്രവർത്തിക്കുന്നു. റേഡിയോ പ്രക്ഷേപണം സാങ്കേതികമായി വളരെയധികം മുന്നേറിക്കഴിഞ്ഞതായും നവമാധ്യമങ്ങളുടെ കാലത്തും റേഡിയോയുടെ പ്രസക്തി ഒട്ടും തന്നെ കുറയുന്നില്ല എന്ന് റേഡിയോ പരിപാടികളിലുള്ള ശ്രോതാക്കളുടെ സജീവ പങ്കാളിത്തം തെളിയിക്കുന്നതായും ആകാശവാണി മുൻ പ്രക്ഷേപക ശ്രീമതി ഷീല രാജ് വാർത്താ തരംഗിണിയോട് പറഞ്ഞു. റേഡിയോ വൈദ്യുതി പോലെയാണ്. അതില്ലാതാകുമ്പോഴാണ് അതേപ്പറ്റി നാം ശ്രദ്ധിക്കുന്നതെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രക്ഷേപണ ശൃംഖലയാണ് ഭാരതത്തിന്റെ പൊതുജന സേവന പ്രക്ഷേപണ മാധ്യമമായ ആകാശവാണി. വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്തിടത്ത് വൈദ്യുതി പോലും നിലച്ചു പോകുമ്പോഴൊക്കെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും സേവനമെത്തിക്കാൻ കഴിയുന്ന മാധ്യമമാണ് റേഡിയോ. സംഗീത, സാഹിത്യ, കായിക വിനോദങ്ങളോടൊപ്പം ശാസ്ത്ര, വിദ്യാഭ്യാസ, കാർഷിക, ഗ്രാമവികസന രംഗങ്ങളിലെയും വ്യാവസായിക, ആരോഗ്യ മേഖലകളിലെയും മാറ്റങ്ങളും നൂതന ആശയങ്ങളും കണ്ടെത്തലുകളും ജനങ്ങളിൽ എത്തിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കുക എന്ന വലിയ ദൗത്യമാണ് ആകാശവാണി നിർവഹിക്കുന്നത്. റേഡിയോയുടെ പ്രസക്തി കുറയുന്നു എന്ന അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്നതാണ് ആകാശവാണി പരിപാടികളിലെ ശ്രോതാക്കളുടെ സജീവ പങ്കാളിത്തം. ശ്രോതാക്കളോട് അങ്ങോട്ട് മാത്രം സംസാരിച്ചിരുന്ന ആകാശവാണി ഇന്ന് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെയും സാമാന്യ ജനങ്ങളുടെയും അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ആവലാതികളെയും ആരാഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പ്രഭാതഭേരി, തത്സമയ ഫോണിൻ പരിപാടികൾ ഇവയിലൂടെയൊക്കെ ശ്രോതാക്കളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ശബ്ദത്തിൽ അവതരിപ്പിക്കുകയാണ്. റേഡിയോ പ്രക്ഷേപണം ഇന്ന് സാങ്കേതികമായി വളരെ മുന്നേറിയിട്ടുണ്ട്. കാർഷിക, ശാസ്ത്ര, സാങ്കേതിക, പരിസ്ഥിതി മേഖലകളിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും നൂതന കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിപാടികൾ മറ്റു മാധ്യമങ്ങൾക്ക് മാതൃകയാണ്. എന്നാൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം, അക്രമവാസന ഇതിലൊക്കെ ഊന്നിയുള്ള
ബോധവൽക്കരണ പരിപാടികൾ ശ്രോതാക്കളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. റേഡിയോ പോലെ ചെലവ് കുറഞ്ഞ ഏറ്റവും വലിയ ശക്തമായ മാധ്യമത്തിന് അത് സാധിക്കും. പുതുതലമുറയെ, ലോകത്തിനെ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും നമ്മുടെ തന്നെ ദിശാബോധമില്ലാത്ത തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് സമൂഹത്തിനും പ്രകൃതിക്കും ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും അവബോധം നൽകാൻ കഴിയുന്ന നല്ല പരിപാടികൾ ശ്രോതാക്കളുടെ സജീവ പങ്കാളിത്തത്തോടെ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. അത്ഭുതകരമായ ശക്തി, ഈശ്വരന്റെ പ്രകൃതി അതീതമായ ശക്തി ഞാൻ ഇവിടെ കാണുന്നു എന്ന് റേഡിയോയെക്കുറിച്ച് 1947 നവംബർ 12 മഹാത്മാഗാന്ധി ആകാശവാണിയിലൂടെ പറഞ്ഞ ഈ വാക്കുകൾ വീണ്ടും നമുക്ക് ഓർക്കാം. അതെ, റേഡിയോ അത്ഭുതകരമായ ശക്തിയാണ്. ആ ശക്തിയെ നമുക്ക് ലോകത്തിന്റെ പൊതുജനങ്ങളുടെ പുരോഗതിക്കായി, ക്ഷേമത്തിനായി, നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താം. 200-ലേറെ റേഡിയോകളുടെ ശേഖരമുള്ള ഒരാളെ റേഡിയോ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയും വ്യവസായ വാണിജ്യ വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ശ്രീ ശ്രീജിത്ത് AK. പഴയകാല വാൽവ് റേഡിയോ മുതൽ ആധുനിക സംവിധാനങ്ങളുള്ള റേഡിയോ വരെ വിവിധ കമ്പനികളുടെ റേഡിയോകൾ ഇതിൽ ഉൾപ്പെടുന്നു. ടേപ്പ് റെക്കോർഡർ, ഗ്രാമഫോൺ, റെക്കോർഡ് പ്ലെയർ തുടങ്ങിയവയുടെ ശേഖരവുമുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിലും നിഷ്പക്ഷമായ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾ ആകാശവാണിയെയാണ് ആശ്രയിക്കുന്നതെന്ന് ശ്രീ ശ്രീജിത്ത് പറയുന്നു. എൻ്റെ ഈ റേഡിയോ കളക്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12-13 വർഷത്തോളമായി. അച്ഛനും അമ്മക്കൊക്കെ റേഡിയോ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. എൻ്റെ വീട് ഒരു നാട്ടിൻപുറത്താണ്. പത്രങ്ങളൊന്നും ആ സമയത്ത് അങ്ങനെ കിട്ടൂല. അപ്പോൾ നമുക്ക് എന്ത് വാർത്ത അറിയണ്ടെങ്കിൽ നമുക്ക് ആശ്രയിച്ചിരുന്നത് ആകാശവാണിയാണ്. ആകാശവാണി വാർത്തകൾ എപ്പോഴും അച്ഛൻ വെക്കാറുണ്ട്. അതേപോലെ വീട്ടിലെന്ത് ജോലി ചെയ്യുമ്പോൾ ഈ റേഡിയോ അവിടെ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റു ജോലികൾ ഏർപ്പെടുക. ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു ടാപ്പ് റെക്കോർഡറും റേഡിയോ ഉൾപ്പെടെയുള്ള ഒരു മോഡൽ ടാപ്പ് റെക്കോർഡർ എനിക്ക് വീണ്ടും കിട്ടി. അപ്പോൾ ആ ടാപ്പ് റെക്കോർഡർ റേഡിയോ ശരിക്ക് വർക്ക് ചെയ്യാത്ത ഒരു കണ്ടീഷനായിരുന്നു. അത് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ അത് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്തു. അത് വീണ്ടും പ്ലേ ചെയ്യിപ്പിച്ചു. അങ്ങനെ എനിക്ക് ഈ ഒരു റേഡിയോ അല്ലെ ടാപ്പ് റെക്കോർഡർ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ബോധ്യം വന്നതിന് ശേഷം പിന്നെ എവിടെ കണ്ടാലും റേഡിയോ, ടാപ്പ് റെക്കോർഡ് പഴയതൊക്കെ എവിടെ കണ്ടാലും ഞാനത് കളക്ട് ചെയ്യും. സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വഴി കളക്ട് ചെയ്തിട്ടുണ്ട്, ആക്രിക്കടയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഈ റേഡിയോയാണ് പല ആളുകളും രാവിലത്തെ ഒരു വാർത്ത, നിഷ്പക്ഷമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ അത് ആളുകൾ ആശ്രയിക്കുന്നത് ആകാശവാണിയുടെ ഒരു വാർത്തയാണ്. ആകാശവാണിയിലെ വിജ്ഞാനപരമായ കാര്യങ്ങൾ, ആരോഗ്യപരമായ പരിപാടികൾ, കാർഷിക രംഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള പരിപാടികൾ, ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇനിയിപ്പം നാൾക്ക് നാൾ എൻ്റെ അഭിപ്രായത്തിൽ ആളുകൾ വീണ്ടും റേഡിയോയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു കാലം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം എന്നാ, എൻ്റെ ഈ കളക്ഷനൊക്കെ കണ്ടിട്ട് എൻ്റെ നാട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ റേഡിയോ ഒരെണ്ണം വീട്ടിൽ വേണം, പാട്ട് കേൾക്കണം, വാർത്ത കേൾക്കണം, ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കണം എന്നൊക്കെയുള്ളൊരു ആശയം ഉണ്ടാകുന്നുണ്ട്, താല്പര്യം ഉണ്ടാകുന്നുണ്ട്. കമ്മ്യൂണിറ്റികളെ ബന്ധിപ്പിക്കുന്നതിലും ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും അടിയന്തര സാഹചര്യങ്ങളിലും ദുരന്തങ്ങളിലും ഒരു ജീവനാഡിയായി പ്രവർത്തിക്കുന്നതിലും ഈ മാധ്യമത്തിന്റെ പ്രാധാന്യം ലോക റേഡിയോ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിലും ബന്ധങ്ങൾ വളർത്തുന്നതിലും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലും റേഡിയോയ്ക്കുള്ള ശക്തി, അത് തിരിച്ചറിയാനുള്ള ദിനം കൂടിയാകട്ടെ ലോക റേഡിയോ ദിനം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.